പുതിയ വീട്. മാധവിക്കുട്ടിയുടെ അമ്മയും മകനും എന്ന പുസ്തകത്തിൽ നിന്നും മറ്റൊരു കഥ. അമ്മച്ചി മകൻ നീട്ടിയ കടലാസുകളിൽ യാതൊരു സങ്കോചവും കൂടാതെ തൻ്റെ കയ്യൊപ്പ് പതിച്ചു കൊടുത്തു. തിരുവല്ലയിലെ പഴയ വീട് വിറ്റ് കഴിയുന്നതും വേഗം തന്നെയും അപ്പച്ചനെയും ഒരു പുതിയ വീട്ടിൽ താമസിപ്പിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് കുറുവച്ചൻ പറഞ്ഞുവല്ലോ. മഴക്കാലത്ത് പലയിടത്തും ചോർന്നിരുന്നു. കെട്ടുറപ്പില്ലാത്ത വീട്. പ്രിയപ്പെട്ടതെങ്കിലും തണുപ്പു തട്ടാതെ അകത്തു കഴിയാൻ വിഷമം അനുഭവപ്പെട്ടിരുന്നു. മകൻ്റെ ഭാര്യ വടക്കേ ഇന്ത്യക്കാരിയും സർക്കാർ ഉദ്യോഗസ്ഥയും. എന്നിട്ടും തങ്ങളെ ഒരു മാസക്കാലം വിശ്രമിക്കാനായി പൂനെയിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഭാഷ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ അന്യത്വം അനുഭവപ്പെട്ടതേയില്ല. ഇടയ്ക്കിടെ ആ സ്ത്രീ അപ്പച്ചനെയും തന്നെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. കുറുവച്ചൻ ഭാഗ്യവാനാണെന്ന് തോന്നിപ്പോയി. കുറുവച്ചന് ഉദ്യോഗമുണ്ടായിരുന്നില്ല. പലപ്പോഴും വർത്തമാന കടലാസുകളിൽ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. MI വർഗീസ് എന്ന യഥാർത്ഥ നാമത്തിൽ. രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളെപ്പറ്റിയാണ് കുറുവച്ചൻ എഴുതിയത്. ലേഖനങ്ങൾക്ക് കാര്യമായ പ്രതിഫലമൊന്നും കിട്ടിയില്ല. പക്ഷേ ഭാര്യ ധനികയായിരുന്നു, സമൂഹത്തിൽ ആദരണീയയും. കുറുവച്ചൻ ഭാഗ്യവാനാണെന്ന് തിരുവല്ലക്കാരും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും വികാരി സക്കറിയ അച്ഛൻ. ദുബായിക്കാരൻ ഒരു മുസ്ലിമാണ് ഞങ്ങളുടെ വീട് വാങ്ങുന്നത് എന്ന് കുറുവച്ചൻ പറഞ്ഞു. അത് പൊളിച്ച് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നിർമ്മിക്കാൻ ഉദ്ദേശമുണ്ടെന്നും കേട്ടു. കുറുവച്ചനെ പിച്ചവെപ്പിച്ച മുറ്റത്ത് ഇനി കച്ചവടക്കാർ ഇരിക്കും. അവർ കൂടുതൽ ധനികരാവും. വർക്കത്തുള്ള സ്ഥലമാണ്. യാതൊരു വിപത്തും തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ഒരു മാസം പോയത് എത്ര വേഗത്തോടെയാണ് സമയം പോയത് അറിഞ്ഞതേയില്ല. വീട് വിറ്റ കാശ് എവിടെയെന്ന് അമ്മച്ചി പലതവണയും ഭർത്താവിനോട് ചോദിച്ചു. ഉത്തരം പറഞ്ഞില്ല. മകനോട് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. പുതിയ വീടിന് എത്ര വിലയായി എന്ന് ഒരിക്കൽ ചോദിച്ചു. മകൻ പറഞ്ഞു, അമ്മച്ചി അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട. ഒരാഴ്ചക്കകം പൂനെയിൽ നിന്നും നമുക്ക് പുറപ്പെടാം. വീട് തിരുവല്ലയിൽ തന്നെയാണോ? അമ്മച്ചി ചോദിച്ചു. അടുത്താണ്. 1-ാം തരം കെട്ടിടം. അമ്മച്ചിയെയും അപ്പച്ചനെയും ശുശ്രൂഷിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊന്നും വേണ്ട. ഞാനുണ്ടാക്കിയ ചോറും മത്സ്യക്കറിയും മാത്രമേ നിന്റെ അപ്പച്ചൻ കഴിക്കുള്ളൂ. അമ്മച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പൂനെയിൽ നിന്നും വിമാനത്തിലാണ് കുറുവച്ചൻ തൻ്റെ മാതാപിതാക്കളെ കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഒരു രാത്രി ഹോട്ടലിൽ ഉറങ്ങി. രാവിലെ ടാക്സി എടുത്ത് യാത്രയായി. തൻ്റെ പുതിയ ഗൃഹം കാണാൻ അമ്മച്ചി ധൃതി പിടിച്ചു. ഓടിട്ട പെരയാണോ കുറുവച്ച? അവർ ചോദിച്ചു. മകനൊന്നും പറഞ്ഞില്ല. ഒടുവിൽ ടാക്സി നിന്നത് വിശാലമായ ഒരു മാളികയ്ക്ക് പുറത്താണ്. കാവൽക്കാരൻ ഓടി വന്ന് ഗേറ്റ് തുറന്നു. വൃദ്ധസദനം എന്ന പേര് ഗേറ്റിന് മുകളിൽ ആർക്കും വായിക്കാമായിരുന്നു. നമുക്ക് വഴി തെറ്റിയോ മോനെ? അമ്മച്ചി ചോദിച്ചു. ഇല്ല, ഇവിടെ കുറച്ചുകാലം താമസിച്ചാൽ മതി. മറ്റേ വീട് റെഡിയായിട്ടില്ല. മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ ആ വീട്ടിലേക്ക് താമസം മാറ്റാം, കുറുവച്ചൻ പറഞ്ഞു. പിന്നീട് അമ്മച്ചിക്ക് തൻ്റെ മകനെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. അപ്പച്ചൻ മരിച്ചിട്ടും കുറുവച്ചൻ വന്നില്ല. കുറുവച്ചൻ ഭാര്യയോടൊപ്പം സ്വിറ്റ്സർലൻഡിൽ പോയിരിക്കുകയാണെന്ന് അച്ഛനും കന്യാസ്ത്രീകളും അമ്മച്ചിയെ അറിയിച്ചു. ബന്ധുക്കളെ അറിയിക്കണ്ടേ എന്ന് അവരിൽ ഒരാൾ ചോദിച്ചു. ബന്ധുക്കളുടെ പേരുകൾ ഓർമ്മയിൽ വന്നില്ല. എനിക്ക് ആരെയും ഓർമ്മയില്ല. അമ്മച്ചി ഒരു പകച്ച നോട്ടത്തോടെ പെറുപെറുത്തു.